Because it is high enough. It is a high, it's a mountain. Yeah, and it's a little mount, a dwelling mount, and we build a little dike around it to protect the house against waves. മൂന്ന് ലെവൽ നാല് ലെവലായിട്ടാണ് അവിടെ. On the next location, there's a pumping station, and I can show you the water level. You can climb on the pumping station. It's a steep chair, but I think it's possible. And then you have a good. Oh, yeah, of course, I understand. അങ്കിൾ ബൺ എന്ന സിനിമയിലെ നായകന്റെ ആ വേഷവിധാനമാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ. ഈ ദൃശ്യങ്ങള് അങ്കിൾ ബൺ സിനിമയിലെ അല്ല, മറിച്ച് ഈ ദൃശ്യങ്ങള് റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു സിനിമയിലെയാണ്. ആ സിനിമയിലെ നായകന്മാർ, നായികമാർ, കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒന്ന് പിണറായി വിജയനാണ്, പിന്നെ നായികയായിട്ട് കമലയിടത്തിയുണ്ട്, പിന്നെ നായികയുടെ മകളായിട്ട് വീണ വിജയനുണ്ട്, പിന്നെ നായികയുടെ മകളുടെ, നായകൻ്റെയും നായികയുടെയും മകളുടെ മകനായിട്ട്, അതായത് കൊച്ചുമകനായിട്ട് ഈ പറയുന്ന കൊച്ചുമകനുമുണ്ട്. അപ്പം ഇവരൊക്കെ ഒരു യാത്ര പോയി. ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ ജേണിയെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. മനസ്സിലായില്ലേ? എന്താ പറയുന്നത്, ഈ പറയുന്ന ട്രാവലോഗ് പോലെയുള്ള ഒരു സിനിമയാണ്. ആ സിനിമയിൽ നടത്തിയ അഡ്വഞ്ചർ സാഹസികതകൾ വളരെ എന്താ പറയേണ്ടത്, ഉദ്വേഗജനകമായിട്ടുള്ള നിമിഷങ്ങൾ, ഒരുപാടധികം പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ച നിമിഷങ്ങളുള്ള സീനുകളുള്ള ഒരു സിനിമ. ആ സിനിമയിലെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടത്. റൂം ഫോർ റിവർ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ 2017 ഇറങ്ങിയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 2017 എന്നുള്ളത് ഒരു സംശയമുണ്ട്. എന്താണെങ്കിലും നെതർലാൻഡ്സിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. നെതർലാൻഡ്സിൽ ചിത്രീകരിച്ച മലയാളത്തിലെ ആദ്യത്തെ സിനിമ കൂടിയാണ് ഈ റൂം ഫോർ റിവർ. ആ റൂം ഫോർ റിവറിലെ ഒരു രംഗം മാത്രമാണ് അതിൽ. ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ്, ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്, ഭാഷയറിയാത്ത, മലയാളമല്ലാത്ത ഒരു ചുക്കും അറിയാത്ത നായകനോടൊപ്പം മലയാളം മാത്രം അറിയാവുന്ന ഈ പറയുന്ന മറ്റുള്ള അഭിനേതാക്കളും. മനസ്സിലായില്ലേ? അവരുടേതാണ് ഈ കഥാപാത്രങ്ങളുടെ ഒരു സവിശേഷത. അതാണ് അവർ ഭാഷയറിയാതെ നെതർലാൻഡ്സിലൂടെ ഒരു അഡ്വഞ്ചർ ജേണി നടത്തുന്ന യാത്ര. മനസ്സിലായോ നിങ്ങൾക്ക്? ആ യാത്ര നടത്തിയിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, കേരളത്തിലും ഇതുപോലെ ഇതൊരു സിനിമയാണെങ്കിലും ഇതൊരു പ്രൊജക്റ്റ് കൂടിയാണ്. നെതർലാൻഡ്സിലെ മാതൃകയിൽ കേരളത്തിലും റൂം ഫോർ റിവർ ഉണ്ടാക്കി. അതായത് കാവേരിക്കൊരു റൂം, അങ്ങനെ കേരളത്തിലൂടെ ഒഴുകുന്ന പമ്പ, ചാലിയാറ്, ഭാരതപ്പുഴ പോലെയുള്ള നദികൾക്ക് ഓരോ റൂം. മനസ്സിലായില്ലേ? ഏതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലം ക്ലിഫ് ഹൗസിൽ വെള്ളാപ്പള്ളി നടേശന് പ്രത്യേകം ഒരു റൂം ഉണ്ടായതുപോലെ കേരളത്തിലും ഈ പറയുന്ന ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്, അങ്ങനെ ഒരുപാട് നദികളുണ്ടല്ലോ കേരളത്തിൽ. ഈ നദികൾക്കെല്ലാം ചേർന്ന് ഒരു റൂം. അതാണ് റൂം ഫോർ റിവർ എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ആ റൂം ഉണ്ടാക്കിയത് കൊണ്ട് എന്താ ഉപകാരം? ആ റൂം ഉണ്ടാക്കിയത് കൊണ്ട് ഇവർ ബഹളമുണ്ടാക്കുമ്പോൾ, അതായത് പുഴകൾ, നദികൾ ബഹളമുണ്ടാക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ്? അവർ ഈ പറയുന്ന എന്താ പറയേണ്ടത്, അസ്വസ്ഥരാകുമ്പോൾ, രോഷാകുലരാകുമ്പോൾ. അങ്ങനെ ബഹളമുണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വരും? ആ പ്രശ്നം കേരളത്തിൽ ഒന്നടങ്കം പ്രളയം വരും. ആ പ്രളയം വരാതിരിക്കാൻ ഇവർ ബഹളമുണ്ടാക്കുമ്പോൾ, നിങ്ങൾക്ക് ബഹളമുണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ റൂമിൽ കയറി വാതിലടച്ച് നിങ്ങൾ എന്താക്കണം? ബഹളമുണ്ടായിക്കൊള്ളണം. അപ്പോൾ ആ ബഹളം ഉണ്ടാക്കിയാൽ പുറത്തേക്കത് പ്രതിഫലിക്കില്ല, റൂമിന് അകത്ത് മാത്രമായിരിക്കും. ഇനി പുറത്തേക്ക് വന്നാലും ഒരു ചെറിയ അംശമൊക്കെ വരുള്ളൂ, വലിയ പ്രതിഫലനം ഉണ്ടാവില്ല. ഇപ്പോൾ റൂമിനകത്ത് കയറി 2 പേര് തമ്മിൽ ബഹളമുണ്ടാക്കിയാൽ എന്തായിരിക്കും റൂമിന് പുറത്തുള്ള എഫക്റ്റ്? വളരെ ചെറിയൊരു സൗണ്ട്, ഒരു 3-4 മീറ്റർ സറൗണ്ടിങ്ങിൽ മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ടല്ലേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഈ നദികളൊക്കെ ഒരു റൂമുണ്ടാക്കി ആ റൂമിൽ അടച്ചിട്ടിരിക്കുക. ഇനി ബഹളമുണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ പ്രളയം ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ആ റൂമിൻ്റെ വാതിൽ അടച്ച് പ്രളയം ഉണ്ടായിക്കൊള്ളും. അപ്പോൾ പുറത്തേക്ക് വരില്ല. ഇതാണ് ഈ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി
അഡ്വഞ്ചർ ജേണി നടത്തിയ ഭാഷയറിയാത്ത നായികയും നായകനും കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയ അഡ്വഞ്ചർ ജേണി. ഈ കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബത്തെ പരിചരിക്കുന്ന പരിചാരകരുമുണ്ട് കേട്ടോ. ആ പരിചാരകരെ പറയുന്ന വാക്കെന്ന് പറയുന്നത് വാഴ്ത്തുപാട്ടുകാരെന്നാണ്, സ്തുതിപാഠകർ. ആ സ്തുതിപാഠകരും ഈ ജേണിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ. ഇപ്പോൾ അഡ്വഞ്ചർ ജേണിയൊക്കെ പോകുമ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ വലിയ അപകടം. അപ്പോൾ ആളുകൾ വേണം. അങ്ങനെയാണ് ഈ വാഴ്ത്തുപാട്ടുകാരെ കൂടെ ചേർത്തിയിട്ട് നെതർലാൻഡ്സിൽ ചെന്ന് അഡ്വഞ്ചർ ജേണി നടത്തി ഒരേ സമയം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഒരേ സമയം അഡ്വഞ്ചർ ജേണികൾ നടത്തി അത് സിനിമയാക്കി, അത് പ്രൊജക്റ്റാക്കി, അത് റൂം ഫോർ റിവറാക്കി മാറ്റി ഇത്തരത്തിൽ സമർപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി? അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന പമ്പയും ചാലിയാറും ഭാരതപ്പുഴയും എന്ന് വേണ്ട എല്ലാം ഇപ്പോൾ ഈ റൂം ഫോർ റിവറിനകത്ത്. അതുകൊണ്ട് കേരളത്തിൽ പ്രളയമേ ഇല്ല. മാത്രവുമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി തമ്പുരാനും കുടുംബവും പഴങ്കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. ഞായറാഴ്ച ദിവസം കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഈ കഞ്ഞി തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഞായറാഴ്ച ഉണ്ടാക്കിയത് ഞായറാഴ്ച എടുക്കില്ല. ഞായറാഴ്ച ഉണ്ടാക്കിയത് തിങ്കളാഴ്ച മുതലേ എടുത്തു തുടങ്ങുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്നലത്തെ ബീഫ് ഒരു പ്രത്യേക ഡിഷാണ്. ഇന്നലത്തെ ബീഫ്, അതായത് തലേ ദിവസം ഉണ്ടാക്കി വെച്ച ബീഫ്, അതാണ് പിറ്റേന്നാണ് വിളമ്പുള്ളൂ. അന്ന് വിളമ്പൂല. തലേ ദിവസം ഉണ്ടാക്കി അന്ന് അതിന് എടുത്തിട്ടില്ല, എടുക്കൂല. അത് ഒരു ദിവസം മുമ്പ് ഉണ്ടാക്കി പിറ്റേന്നാണ് അതെന്താക്കുന്നത്, സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡിഷാണ് നമ്മുടെ കേരളത്തിൽ. അതുപോലെ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം ക്ലിഫ് ഹൗസിൽ ഉണ്ടാക്കിയത് എന്താണ്? ഞായറാഴ്ച കഞ്ഞിയാണ്. ഞായറാഴ്ചയാണ് കഞ്ഞി വെക്കുന്നത്. ആ കഞ്ഞി ഞായറാഴ്ച എടുക്കുമോ? ഞായറാഴ്ച എടുക്കില്ല. ആ കഞ്ഞി പിന്നെ ഞായറാഴ്ച കഴിഞ്ഞിട്ടുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ആ ഞായറാഴ്ച എടുക്കുന്നത് ഏതാ? മുമ്പത്തെ ഞായറാഴ്ച ഉണ്ടാക്കിയ കഞ്ഞി. അപ്പോൾ അങ്ങനെ ആ കഞ്ഞിയും പഴങ്കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയുമായിരുന്നു ഭക്ഷണം. എന്തൊരു മഹാമനുഷ്യനാണല്ലേ! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെട്ടതാ. എടോ മലയാളികളെ, നിങ്ങൾക്ക് കണ്ണുചോരയുണ്ടായോ? മനുഷ്യൻ ഊണില്ല, ഉറക്കമില്ല. കഴിഞ്ഞ 10 വർഷം ഊണ് കഴിച്ചില്ല, കഞ്ഞിയായിരുന്നു കുടിച്ചിരുന്നത്. മനസ്സിലായില്ലേ? ഊണില്ല, ഉറക്കമില്ല, അഡ്വഞ്ചർ ജേണികൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭാഷ പോലും അറിയാത്തവൻ നെതർലാൻഡ്സിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ്. അപ്പം അത്രയും അഡ്വഞ്ചർ ജേണികൾ. അതും നിങ്ങളൊന്ന് ആലോചിക്കണം. അങ്കിൾ ബെന്നിലെ നായകനെ അങ്ങനെ ഒരു വിമർശനം വന്നു. പക്ഷെ ആ വിമർശനങ്ങൾക്ക് വലിയ ആയുസ് ഉണ്ടായില്ല. എന്ത്? ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം, അതിലെ മുഖ്യ കഥാപാത്രമായ പിണറായി വിജയൻ്റെ ഗെറ്റപ്പ്, കോസ്റ്റ്യൂം, അത് അങ്കിൾ ബണ്ണിലെ കോപ്പി അടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ. അത് ഈ അസൂയാലുക്കൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കി. പക്ഷെ അസൂയാലുക്കൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇപ്പോൾ കോസ്റ്റ്യൂമും ഗെറ്റപ്പും അങ്കിൾ ബണ്ണിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സിനിമ തന്നെ, പ്രമേയം, സിനിമ, അതിലെ കഥാപാത്രങ്ങൾ, അതിലെ അഭിനേതാക്കൾ, അതിലെ തീം, അതിലെ എന്താ പറയേണ്ടത്, എവ്രിതിങ്. എസ്പെഷ്യലി സിനിമോട്ടോഗ്രാഫി, അതുപോലെയുള്ള ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ ഈ പറയുന്ന ഇപ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. ഇതിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ എല്ലാ കഥാപാത്രങ്ങൾക്കും ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ സ്പോട്ട് ഡബ്ബിങ് ആണ്. സ്പോട്ട് ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ ഡബ്ബിങ് അല്ല, ഇത് ട്രാൻസ്ലേറ്റർ ആർട്ടിസ്റ്റുമാരാണ്. സാധാരണക്കാരെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ടാവുക. കാരണം ആരെങ്കിലും ഒരാൾ അഭിനയിക്കും, പിന്നെ സ്റ്റുഡിയോയിൽ വെച്ച് മറ്റാരാളെങ്കിലും ശബ്ദം നൽകും. എന്നാൽ ഈ സിനിമയിൽ ഒരു വേറെ വ്യത്യസ്തമാണ്. എന്താണ്? ഈ സിനിമയിൽ നായകനും നായികക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ സ്പോട്ട് ട്രാൻസ്ലേറ്റേഴ്സാണ്. അവർ സ്പോട്ടിൽ എന്താക്കും, ഇപ്പോൾ ലൈവ് ഈ പറയുന്ന വോയിസ് ശബ്ദ റെക്കോർഡിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, അതുപോലെ ഈ സ്പോട്ട് ട്രാൻസ്ലേറ്റർമാരായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ എല്ലാ അർത്ഥത്തിലും മികച്ചു നിന്നതുകൊണ്ട് ഈ അസൂയാലുക്കൾ പറഞ്ഞ അങ്കിൾ ബണ്ണിനോട് സാമ്യമുണ്ട് കോസ്റ്റ്യൂം, ഗെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞത് വല്ലാതെ വില പോയില്ല. അപ്പോൾ ആ ഒരു എന്താ പറയേണ്ടത്, ഈ സിനിമയ്ക്കെതിരെ നടന്ന വലിയ രീതിയിലുള്ള പ്രചരണം വില പോയില്ല എന്നുള്ളത്. വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ സിനിമയാണ്.
ഇത് സിനിമ മാത്രമല്ല കേട്ടോ ബ്ലോക്ക് ബസ്റ്റർ. ഈ പ്രൊജക്റ്റ് തന്നെ റൂമുണ്ടാക്കി, തിരുവനന്തപുരത്ത് റൂമുണ്ടാക്കി എല്ലാവർക്കും. ആർക്ക്? ഇതിലെ നായകന്മാർക്കല്ല, മറിച്ച് ഈ പറയുന്ന ഭാരതപ്പുഴ, ചാലിയാറ് തുടങ്ങിയ കേരളത്തിലെ വിവിധ കബനി പോലെയുള്ള എല്ലാ നദികൾക്കും എന്തുണ്ടാക്കി? പെരിയാറ്, ചാലിയാറ്, പമ്പ, കബനി, അങ്ങനെ ഒരുപാട് നദികൾ. ആ നദികൾക്കെല്ലാം തിരുവനന്തപുരത്ത് ഓരോ റൂമുണ്ടാക്കി. അപ്പം അത് ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, എത്രമാത്രം കാഴ്ചപ്പാടുള്ള മനുഷ്യനാ. എന്നിട്ട് ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ കഴിയാത്ത മലയാളി അവനെ പിടിച്ച് പുറത്താക്കി. എന്തൊരു കഷ്ടം. ഇതിപ്പോൾ ഏതുപോലെയായി? ഇപ്പോൾ ഈ നാഷണൽ അവാർഡുകൾ വരുമ്പോൾ പലപ്പോഴും സംസാരം വരാറില്ലേ, ഇന്നാക്ക് നാഷണൽ അവാർഡ് കിട്ടി. അപ്പോൾ കുറേ ആൾക്കാർ പറയും എന്ത്, അയാൾക്ക് എല്ലായിടവും കിട്ടുന്നത് അത് ഇന്നാക്കായിരുന്നു കിട്ടേണ്ടത്, അതിലെന്തോ അജണ്ട ഉണ്ട് നമ്മൾ പറയുമല്ലോ. അതുപോലെ ഈ പറയുന്ന ഇത്രയും മഹത്തരമായ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുകളുള്ള പിണറായി വിജയൻ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ് അദ്ദേഹം റൂം ഫോർ റിവർ മാത്രമല്ല ഉണ്ടാക്കിയത്. ഉറക്കമൊഴിഞ്ഞിട്ട് അദ്ദേഹം എന്തുണ്ടാക്കി? എക്സാലോജിക് ഉണ്ടാക്കി. ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന മെഡിസിനുകൾ, ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കി. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കി. എന്നിട്ട് എന്തുണ്ടായി? അത് മാസപ്പടി വന്നു. അതല്ലേ വിജയം എന്ന് പറയുന്നത്. എവിടുന്ന്? മാസപ്പടി വന്നു. അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ എന്താക്കി? മലയാളിക്ക് ബുദ്ധിയില്ലടോ, ഒരു ബുദ്ധിയില്ല. കാരണം ഉണ്ടെങ്കിൽ ഇവനൊക്കെ പിടിച്ച്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞായറാഴ്ച ദിവസം കഞ്ഞി ഉണ്ടാക്കിയിട്ട് തിങ്കൾ മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ള 7 ദിവസം ഞായറാഴ്ച ഉണ്ടാക്കിയ കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും മാത്രം കഴിക്കുന്ന ഒരാളെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലിപ്പോൾ ആകെ ഉണ്ടായതെന്ന് വെച്ചാൽ കുക്കിങ് മൊത്തം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആകെ കിട്ടുന്ന ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സാധനം എന്താണെന്നറിയോ? ഞായറാഴ്ച ദിവസം മാത്രം ഒരു ചുട്ട പപ്പടം കൂടി കിട്ടും. ബാക്കിയുള്ള ദിവസം അതുമില്ല. ഞായറാഴ്ച സ്പെഷ്യൽ എന്താണ്? ഈ പഴങ്കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും ചുട്ട പപ്പടവും. ഇത് കഴിച്ചിട്ടാണ് ആ മനുഷ്യൻ ഇത്ര കഷ്ടപ്പെട്ട് കേരളത്തെ ഉണ്ടാക്കിയത് അല്ലേ? ഇപ്പം ആരായി? ഇപ്പം ഇത് സംഘ് പരിവാർ RSSകാർ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന പോലെ ആയിപ്പോയി. കേരളത്തെ ഉണ്ടാക്കിയ കേരളത്തിൻ്റെ പിതാവിനെ മലയാളി പിടിച്ച് പുറത്താക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം ദയനീയമായ അവസ്ഥയാണിത്. എത്രമാത്രം കഷ്ടപ്പെട്ടതാ ആ മനുഷ്യന്. ഈ കഷ്ടപ്പാടിനടുക്ക് താൻ കഴിക്കുന്നത് കഞ്ഞിയാണ്, ചുട്ടരച്ച ചമ്മന്തിയാണ്, ചുട്ട പപ്പടാണ് എന്ന് പോലും ആ മനുഷ്യൻ മനസ്സിലായിട്ടില്ല. കാരണം എന്താ? ആ എന്തോ കഴിക്കുന്നല്ലാതെ ഇത് എന്താണ് എന്ന് പോലും അദ്ദേഹം നോക്കിയിട്ടില്ല. അത്ര വലിയ മഹാനായിരുന്നു ആ മനുഷ്യൻ. ലോകം കണ്ട മഹാൻ, ലോകം കണ്ട ഫക്കീർ. അതായിരുന്നു ആ മനുഷ്യൻ. ആ മനുഷ്യനെയാണ് ഇതുപോലെ ഗാന്ധിയെ ഒരു ദയവുമില്ലാതെ നാത്തുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന സംഘ് പരിവാരൻ വെടിവെച്ച് വീഴ്ത്തിയതുപോലെ കേരളത്തിൻ്റെ പിതാവായ പിണറായി വിജയനെ മലയാളി ചവിട്ടി പുറത്താക്കിയത് എന്തുമാത്രം മോശപ്പെട്ട പരിപാടിയാണെന്ന് നോക്കിയത് നിങ്ങൾ അല്ലേ? എന്നിട്ട് അവിടെ ആ കസേരയിലേക്ക് കൊണ്ടുവന്നത് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ. ആ വ്യക്തിയാണെങ്കിലോ ആ വ്യക്തിക്ക് ബിരിയാണി അല്ലാണ്ട് പറ്റൂല. നമ്മളൊന്ന് ആലോചിക്കണം, 10 വർഷക്കാലാണ് 3 നേരം പഴങ്കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും ചുട്ട പപ്പടവും. മലയാളി ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും അല്ലേ? പിന്നല്ലാതെ ഒരു പിതാവിനെയാണ്, കേരളത്തിൻ്റെ പിതാവ്, നമ്മുടെയൊക്കെ തന്ത, ആ തന്തയെയാണ് മക്കളെല്ലാവരും കൂടി ചവിട്ടി പുറത്താക്കിയത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്ത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു? ഞാൻ വിശ്വസിച്ചാൽ മതിയാകും. നടന്നടോ. ഇത് റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്, സിനിമയല്ല. സിനിമ പറഞ്ഞു കഴിഞ്ഞ് അത് റൂം ഫോർ റിവർ, ഇത് വേറെ. ആലോചിക്കണം നിങ്ങൾ, എന്തുമാത്രം കാടത്തമാണ് മലയാളി കേരളത്തിൻ്റെ പിതാവ് പിണറായി വിജയനോട് ചെയ്തത് എന്നുള്ളത്.